ഹലോ ക്യൂട്ടീസ്. അപ്പം ഇന്ന് പലവട്ടം പിൻട്രസ്റ്റ് എൻ്റെ മുമ്പിൽ വന്ന ശേഷവും ഞാൻ ചെയ്യേണ്ടെന്ന് വെച്ചിരുന്നൊരു ക്രാഫ്റ്റാണെന്ന് ചെയ്യുന്നത്. കാരണം നിങ്ങളിത് കാണുമ്പോൾ എല്ലാവരും പറയും, എല്ലാവരും പഞ്ചിക്കിട്ടിട്ട് പറയത്തില്ല, അത് അവിടുന്ന് ഉണ്ടാക്കി ഇവരുണ്ടാക്കിയതാ. എന്തായാലും സാരമില്ലായിട്ട് ഫൈനലി ഞാൻ വിചാരിച്ച് ഇതങ്ങ് വിട്ടേക്കാമെന്ന് വെച്ച്. എന്തായാലും ക്രാഫ്റ്റല്ലേ. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ മെഷർമെൻറ്റിൽ എടുത്ത ശേഷം ഇങ്ങനെ കണ്ടിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ടിക്കണം. ആ മെഷർമെൻറ്റിൽ ആ ലൈനിലൂടെ തന്നെ കണ്ടിച്ചെടുക്കാൻ വേണം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ ക്രാഫ്റ്റൊക്കെ എല്ലാ പിൻട്രസ്റ്റ് ഇഷ്ടംപോലെ കിടപ്പുണ്ടോ. പിന്നെ പലരും നേരത്തെ ഉണ്ടാക്കി, ചിലർ പതുക്കെ ഉണ്ടാക്കി. ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കണം തോന്നിയതുകൊണ്ട് ഇത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടേന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് പേടിക്കുന്നത്, ക്രാഫ്റ്റ് അല്ലേ അല്ലേ. അപ്പോൾ നിങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ, എനിക്കറിയാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിന് ആദ്യം കണ്ടിച്ച പോലെ തന്നെ രണ്ടാമത്തെ മെഷർമെൻറ്റിനകത്തും ഞാൻ കാണിക്കുന്ന പോലെ തന്നെ കണ്ടിച്ചെടുക്കണേ. അപ്പം കണ്ടിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ജലദോഷം പനി ആയതുകൊണ്ട് ഇതങ്ങ് ഇട്ടേക്കാം. ഇത് എടുത്ത് വെച്ചിരുന്നായിരുന്നു, ഇടണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വെച്ച് വേറെ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അങ്ങ് ഇട്ടേക്കാം. നടുക്കും നമ്മൾ അതുപോലെ ഒരു തുള ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഉണ്ടാക്കുന്നതെന്നല്ലേ നിങ്ങൾ കാണുമ്പോൾ ലാസ്റ്റ് മനസ്സിലാകും കേട്ടോ. ഇതിൻ്റെ ഏതായാലും ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ പിന്നെ ഈ സ്പ്രിങ്കിൾ ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ സ്കെച്ച് പെന്ന് കൊണ്ട് നമ്മൾ കുറേ കുത്തും വരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ മടക്കുവാണ്, ഒരു ബോക്സ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് മടക്കുന്നത്. അപ്പോൾ മടക്കി വരുമ്പോൾ നമ്മുടെ ബോക്സായി മാറും. പിന്നെ ആ ബോക്സിൻ്റെ അപ്പം ഒട്ടിച്ച് കഴിയുമ്പം കറക്റ്റായിട്ട് പൊസിഷനും. പിന്നെ ഈ മെഷർമെൻറ്റ് തെറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ ബോക്സ് വേണമെങ്കിൽ വലിയതൊക്കെ ഉണ്ടാക്കാം, നമുക്ക് ചെറുതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ അടപ്പാണ് നമ്മൾ മറ്റേ രണ്ടാമത് കണ്ടിച്ചെടുത്തത്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ളൊരു ബോ ടൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. പേപ്പർ ബോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പേപ്പർ ബോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പല രീതിയിൽ പേപ്പർ ബോ ഉണ്ടാക്കാം. ഞാൻ ഒരു സിമ്പിളായിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുവാണ്. ഇങ്ങനെ കോണായിട്ട് മടക്കുക. റെഡ് കളർ ഇല്ലാത്തതുകൊണ്ടാണ് യെല്ലോ കളർ കൊണ്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് യെല്ലോ കളർ ഇരിക്കട്ടെ. എന്നിട്ട് താഴത്തെ ഭാഗം കട്ട് ചെയ്യുക. പിന്നെ ഈ കാണിക്കുന്ന പോലെ ഒന്നുകൂടെ മടക്കിയ ശേഷം കാണിക്കുന്നതാണെന്നാണ് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്, എന്നാലും ഞാൻ വിചാരിച്ചേക്കാം. അപ്പം പിന്നെ ഒരു കർവായിട്ട് നമുക്ക് പോയുടെ കർവ് ഷേപ്പില്ല, അത് കണ്ടിക്കാൻ വേണ്ടിയാണ് കർവായിട്ട് ഏകദേശം ഒരു ലൈനൊന്നും വരച്ചില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ കർവായിട്ട് അങ്ങ് കണ്ടിച്ചെടുക്കുവാണ്. അപ്പം ശബ്ദത്തൊക്കെ ഇട്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ഇവിടെ ജലദോഷം പനി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇത് എടുത്ത് വെച്ചിരുന്നതാണ്, ഇത് വേണ്ടാന്ന് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു. കാരണം ഇത് കാണുമ്പോൾ പലരും പറയായി ഇവരുണ്ടാക്കി എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും ഇട്ടേക്കാം. ഞാനുണ്ടാക്കിയതല്ലേ, ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി, എന്തിനാണ് ഇടാതിരിക്കുന്നത് അല്ലേ. ഇത് പലരും ഒത്തിരി നേരത്തെ ഇത് ഉണ്ടാക്കിയതാണ്. ഇത് ഇൻട്രസ്റ്റ് ഞാൻ എപ്പോൾ തുറക്കും ഇതെൻ്റെ മുന്നിൽ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പേപ്പർ ഹാപ്പി ബർത്ത്ഡേ എന്നുണ്ട്. ശേഷം അതിന് മുകളിൽ ആ ബോർഡ് സാധനം ഒട്ടിക്കുക. അതിൻ്റെ അറ്റത്തൊരു സ്റ്റോപ്പർ പോലെ വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ആ സ്റ്റോപ്പർ നമ്മൾ വെക്കുന്നത് വെച്ചാൽ ഇത് മുകളിലോട്ട് വെളിയിൽ ഇറങ്ങി പോകാതിരിക്കാൻ. ഇനി നമ്മൾ ആ സ്റ്റോപ്പറിൻ്റെ ഭാഗം വെച്ച് ഒരു പേനയോ എന്തെങ്കിലും വെച്ച് നമ്മൾ റോള് ചെയ്ത് വെക്കണം. കാരണം ഇത് ബോക്സിനകത്തോട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ മറ്റേ ബോയുടെ ഭാഗം നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേയുടെ മുകളിൽ ബോ ഒട്ടിച്ചിരിക്കുകയാണ്. അടപ്പിനകത്തൂടെയാണ് കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇത് ബോക്സിനകത്താക്കാൻ വേണ്ടി ഇതിങ്ങനെ വെച്ച ശേഷം ഇനി ബോക്സ് അടച്ചാൽ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഗിഫ്റ്റ് ഡേറ്റ്. ഇതിന് പകരം ന്യൂ ഇയർ എടുക്കാം, നിങ്ങൾക്ക് വാലൻറ്റൈൻസ് ഡേ എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയേക്കാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു മിനി ഗിഫ്റ്റായിട്ടുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇച്ചിരി ഡെക്കറേറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെയൊക്കെ വെക്കുകയോ സ്റ്റിക്കർ ഒട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബാക്കി വീഡിയോസൊക്കെ കാണണം. പിന്നെ ഇതിൽ ഷോർട്സ് എഡിറ്റിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കാണണേ. ഇങ്ങനെയാണ് ഇത് തുറക്കുമ്പോൾ വരുന്നത്. ഇതുപോലെ തന്നെ അകത്തോട്ട് വെച്ചാൽ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പേരൊന്നും എഴുതിയിട്ടില്ല, പേര് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അകത്ത് ഇടുകയോ അല്ലെങ്കിൽ ഒരു ലെറ്റർ പോലെ എന്തെങ്കിലും വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ കേട്ടോ. Bye.